ലീഗിന്റെ 2025 സീസണിന് മുന്നോടിയായുള്ള മെഗാ താരലേലം രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആദ്യ ദിനത്തിൽ മാർക്യൂ താരങ്ങൾ ഉൾപ്പെടെ പ്രധാന താരങ്ങളെല്ലാം തന്നെ വിറ്റുപോവുകയും ചെയ്തിരിക്കുകയാണ്. ആദ്യ ദിനം 72 താരങ്ങളെയാണ് ആകെ ടീമുകൾ വാങ്ങിയിരിക്കുന്നത്. 467.95 കോടി ആകെ ആദ്യ ദിനത്തിൽ ചെലവായിട്ടുണ്ട്. ഇനി രണ്ടാം ദിനമാണ് ബാക്കിയുള്ള ലേലങ്ങൾ നടക്കുക. IPL ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലം നേടുന്ന താരമായി ഋഷഭ് പന്ത് മാറി. 27 കോടി രൂപയ്ക്ക് ഋഷഭിനെ ലക്നൗ സൂപ്പർ ജയൻസ് ആണ് വാങ്ങിയിരിക്കുന്നത്. ശ്രേയസ് അയ്യരെ 26.75 കോടിക്ക് പഞ്ചാബ് കിങ്സും സ്വന്തമാക്കി. ഇത്തവണ ലേലം നടത്തിയത് മല്ലിക സാഗറാണ്. ആദ്യ ദിനം ആവേശകരമായി തന്നെ ലേലം മുന്നോട്ട് കൊണ്ടുപോകാൻ മല്ലികയ്ക്ക് സാധിച്ചു എങ്കിലും മല്ലികയ്ക്ക് ഇംഗ്ലണ്ട് T20 നായകനും സൂപ്പർ താരവുമായ ജോസ് ബട്ട്ലറിന്റെ ലേലത്തിനിടയ്ക്ക് വലിയൊരു പിഴവ് സംഭവിച്ചിരിക്കുകയാണ്. ഇത് ഹൈദരാബാദിനും ഗുജറാത്തിനും സാമ്പത്തികമായി വലിയ നഷ്ടമാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. ബട്ട്ലർക്കായുള്ള വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ഗുജറാത്ത് ടൈറ്റൻസ് 15.75 കോടിക്കാണ് ബട്ട്ലറെ ഒപ്പം കൂട്ടിയത്. രാജസ്ഥാൻ റോയൽസും ഗുജറാത്തും തമ്മിലാണ് ബട്ട്ലർക്കായി വാശിയോടെ പോരാടിയത്. ഗുജറാത്ത് 15.50 കോടി ബട്ട്ലർക്ക് ലേലത്തുക നൽകി നിൽക്കവെയാണ് ലക്നൗ ബട്ട്ലറിൽ താല്പര്യം അറിയിച്ചത്. ഇതോടെ മല്ലിക ലക്നൌവിനോട് ബട്ട്ലർക്കായി ലേലം വിളിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്നാൽ ലക്നൗ ഇല്ലെന്ന് പറയുകയും ചെയ്തു. ഇതിനുശേഷം ബട്ട്ലറുടെ തുകയായി മല്ലിക പറഞ്ഞത് 15.75 കോടിയാണ്. അതായത് ഗുജറാത്ത് വിളിച്ചതിലും 25 ലക്ഷം കൂടുതൽ. ഇത് പെട്ടെന്ന് ആരുടെയും ശ്രദ്ധയിൽ പെട്ടിരുന്നില്ല. പക്ഷെ പിന്നീടാണ് ഇത്തരമൊരു അബദ്ധം പറ്റിയെന്ന് വ്യക്തമായത്. മുൻ ഗുജറാത്ത് ടൈറ്റൻസ് താരം അഭിനവ് മനോഹറിന്റെ കാര്യത്തിലും മല്ലികയ്ക്ക് ഇതേ പിഴവ് തന്നെ പറ്റി. 30 ലക്ഷത്തിനാണ് അഭിനവ് ലേലത്തിലേക്ക് എത്തിയത്. RCBയും CSKയുമാണ് അഭിനവിനായി രംഗത്തെത്തിയത്. RCB പിന്മാറിയതോടെ ഗുജറാത്ത് മനോഹറിനായി രംഗത്തെത്തുകയും ചെയ്തു. 2.80 കോടി ലേലത്തുകയിലേക്ക് എത്തവേ CSK പിന്മാറി. ഈ തുകയ്ക്ക് ഹൈദരാബാദ് ടീമിൽ എത്തിക്കാനിരിക്കവെയാണ് KKRന്റെ 3 കോടി വിളി വരുന്നത്. എന്നാൽ ലേലം ഉറപ്പിച്ച ശേഷമാണ് മല്ലിക KKRന്റെ വിളി പരിഗണിക്കുന്നത്. ഇതോടെ 20 ലക്ഷം അധികം നൽകി 3.2 കോടിക്കാണ് അഭിനവിനെ ഹൈദരാബാദ് വാങ്ങിയത്. രണ്ടാം ദിനം ഈ പിഴവുകൾ നികത്താൻ മല്ലികയ്ക്ക് സാധിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം.